മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗഭക്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസന പർവവും കഴിഞ്ഞ് അശ്വമേധ പർവത്തിലെ മരുത്തന്റെ കഥയും അർജുനപുത്രനായ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിന്റെ കഥയും അശ്വമേധ ചൈത്രയാത്രയും അശ്വമേധ സമാപ്തിയും ഒടുക്കം കീരി പറഞ്ഞ കഥയോടും കൂടിയാണ് ആശ്വമേധിക പർവവും അവസാനിക്കുന്നത്. അടുത്തത് മഹാഭാരതം ആശ്രമവാസ പർവമാണ്. തുടരുന്നു. അന്യാദൃശ്യമായ വിധത്തിൽ അശ്വമേധയാഗം നടത്തിയ വിജയശ്രീ ലാളിതരായ യുധിഷ്ഠിരാദികൾ ക്ഷേമകരമായ വിധത്തിൽ പ്രജാപാലനം ചെയ്തു വന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരി ദേവിക്കും രാജകൊട്ടാരത്തിൽ വേണ്ടതായ സർവ്വസുഖ സൗകര്യങ്ങളും ഏർപ്പെടുത്തുകയും അവരെ എല്ലാവിധത്തിൽ സന്തോഷിപ്പിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രവുമായി കാര്യാലോചന നടത്തിയാണ് പാണ്ഡവർ രാജ്യഭാരം നടത്തിയത്. വിതുരനും സഞ്ജയനും ധൃതരാഷ്ട്രനെ സേവിച്ചു. യുയുത്സു അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. കുന്തിദേവിയും സുഭദ്രയും പാഞ്ചാലിയും മറ്റും ഗാന്ധാരിയുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനെ കാത്തുനിന്നു. മക്കളൊക്കെ പോയ രാജാവിന് യാതൊരു ദുഃഖത്തിനും ഇടവരരുത് എന്ന് യുധിഷ്ഠിരൻ എപ്പോഴും തന്റെ ഭ്രാതാക്കളോട് പറയുമായിരുന്നു. ധർമ്മരാജാവിന്റെ കൽപ്പന അനുജന്മാരെല്ലാം അനുസരിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ ഭീമൻ ജ്യേഷ്ഠനെ ഭയന്നു മാത്രം ധൃതരാഷ്ട്ര രാജാവിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഉണ്ടായത്. ഇപ്രകാരം 15 വർഷക്കാലം പാണ്ഡവന്മാർ രാജഭരണം നടത്തി. ധൃതരാഷ്ട്രർ അല്പം പോലും അപ്രിയം പാണ്ഡവന്മാരിൽ ദർശിച്ചില്ല. സത്വൃത്തിയോടുകൂടി പെരുമാറുന്ന യോഗ്യന്മാരായ പാണ്ഡവന്മാരിൽ ധൃതരാഷ്ട്ര രാജാവ് പ്രീതനായി. ഗാന്ധാരി തന്റെ പുത്രദുഃഖം കളഞ്ഞ് പാണ്ഡവരെ സ്വന്തം പുത്രന്മാരെ എന്ന പോലെ കരുതി. എങ്കിലും രാജാവും രാജ്ഞിയും ഒരിക്കൽ ഭീമനിൽ പ്രീതരായിരുന്നില്ല. അവർ ഭീമനെ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. ദുര്യോധനന്റെ ചിന്ത ധൃതരാഷ്ട്രരുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭീമനോടുള്ള വെറുപ്പും പതഞ്ഞു പൊങ്ങിയിരുന്നു. ധർമ്മപുത്രരുടെ വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ധൃതരാഷ്ട്രരെ ബഹുമാനിക്കുന്നതിനോ ആദരിക്കുന്നതിനോ ഭീമന് കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രരെ കാണുമ്പോഴൊക്കെ ഭീമന്റെ മനസ്സിൽ ഈർഷ്യയുടെയും പകയുടെയും വേലിയേറ്റമുണ്ടാകും. മുഖം തീർക്കും. എന്നാൽ ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഒന്നും പ്രകടിപ്പിക്കാതെ ഒഴിഞ്ഞു മാറും. ഒരിക്കൽ ഭീമൻ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് കൈകൊട്ടി ശബ്ദമുണ്ടാക്കി. ഗാന്ധാരിയും ധൃതരാഷ്ട്രരും കേൾക്കത്തക്ക വിധത്തിൽ വളരെ പരുക്ഷമായി സംസാരിച്ചു. എന്റെ കൈകളൊന്ന് നോക്കൂ. ഇരുമ്പുലക്ക പോലെയാണ് ഈ കൈകൾ. കുരുടൻ രാജാവിന്റെ മക്കളെയൊക്കെ അന്തകന്റെ പുരയിലേക്ക് അയച്ചത് അജയമായ ഈ കൈകൾ കൊണ്ടാണ്. ഈ കൈകൾ ചന്ദനം പൂശേണ്ടവയാണ്. ഇവ കൊണ്ടല്ലേ ദുഷ്ടനായ ദുര്യോധനനെ ഞാൻ വകവരുത്തിയത്. ഇപ്രകാരം പറഞ്ഞ ഭീമൻ പൊട്ടിച്ചിരിച്ചു. ഭീമന്റെ വാക്കുകൾ ധൃതരാഷ്ട്രന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഭീമന്റെ പൊട്ടിച്ചിരി ഗാന്ധാരിയുടെ കർണത്തിൽ കൂരമ്പു തറയ്ക്കുന്ന വിധത്തിൽ വേദനയുണ്ടാക്കി. കാലം മാറിക്കൊണ്ടിരുന്നുവെന്നെങ്കിലും കാലക്രമേണ ഇതുപോലെ അപ്രിയങ്ങളായ വാക്കുകൾ കൂടുതൽ കേൾക്കേണ്ടി വരുമെന്നും ഇരുവർക്ക് ബോധ്യമായി. ധൃതരാഷ്ട്രൻ തളർന്ന അവശനായി. ഇനിയും തുടർന്ന് കൊട്ടാരത്തിൽ താമസിക്കുന്നതിന് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെയായി. യുധിഷ്ഠിരന്റെ ഔദാര്യത്തിലാണ് തന്റെയും രാജ്ഞിയുടെയും ജീവിതം തൂങ്ങി നിൽക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്ന് അദ്ദേഹം ആഹാരമൊന്നും കഴിച്ചില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും നാമമാത്രമായിട്ടേ ആഹാരം കഴിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായി. ഭീമന്റെ വാക്കുകൾ അദ്ദേഹത്തെ സദാ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം വിതുരനോടും ഗാന്ധാരിയോടും ആലോചിച്ചു. തപസ്സിനായി വനത്തിലേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരാദികളെയും മറ്റു ബന്ധുക്കളെയും വിളിച്ചു വരുത്തി. വല്ലാത്ത ദുഃഖത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉണ്ണി യുധിഷ്ഠിര, ഞാൻ വളരെ സുഖമായി ഇവിടെ പാർത്തു. നീ നന്നായി എന്നെ സംരക്ഷിച്ചു. മഹാദാനങ്ങൾ നൽകി. ശ്രാദ്ധങ്ങൾ വീണ്ടും ഊട്ടി. ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു. മക്കൾ മരിച്ചുപോയ ഗാന്ധാരി ധൈര്യം കൈകൊണ്ട് എന്നെ പരിചരിക്കുന്നു. ഇതൊക്കെയായിട്ടും പഴയ പല കാര്യങ്ങൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കുവാൻ 4-5 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രം ഓരോ നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ്. ബാക്കിയുള്ള സമയത്ത് ദാഹം തീർക്കുവാൻ അല്പം ജലം മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇതാർക്കും അറിയില്ല. ഗാന്ധാരിക്ക് മാത്രം അറിയാം. ഉണ്ണാറുണ്ടെന്നാണ് എല്ലാ പരിജനങ്ങളോടും പറയുന്നത്. ഞാൻ പട്ടുകിടക്കയിലല്ല കിടക്കുന്നത്. പ്രത്യുത നിലത്ത് ദർഭയിൽ തോല് വിരിച്ച് അതിലാണ് കിടക്കുന്നത്. വ്രതമാണെന്ന് പറഞ്ഞ് കീർത്തിമതിയായ ഗാന്ധാരിയും ഇപ്രകാരമൊക്കെയാണ് രാജകൊട്ടാരത്തിൽ ജീവിക്കുന്നത്. ഇനിയും കാട്ടിൽ പോയി തപസ് ചെയ്യുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. വൽക്കലവും ചുറ്റി ഗാന്ധാരിയോടും കൂടി ഞാൻ കാട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വംശത്തിൽ എല്ലാവർക്കും ഇത് ചേർന്ന ധർമ്മമാണ്. എന്റെ തപസ്സിന്റെ ഫലം നീയും അനുഭവിക്കും. യുധിഷ്ഠിരൻ ഇത് കേട്ട് അത്യന്തം വ്യസനിച്ചു. ബാഹ്യമായ സന്തുഷ്ടിയും സന്തോഷവും പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ധൃതരാഷ്ട്രന്റെ ഉള്ള് വെന്തുരുകയായിരിക്കുമെന്ന് യുധിഷ്ഠിരന് മനസ്സിലായി. അദ്ദേഹം പല പ്രകാരത്തിൽ ധൃതരാഷ്ട്രരെ വനവാസത്തിലേക്ക് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു.
താൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചോ? തൻ്റെ അച്ഛനും അമ്മയും ഗുരുവും എല്ലാവുമായ ധൃതരാഷ്ട്രനെ തന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ തനിക്ക് രാജ്യവും പദവിയും ഒന്നും ആവശ്യമില്ലെന്ന് അറിയിച്ചു. യുധിഷ്ഠിരൻ എന്തൊക്കെ പറഞ്ഞിട്ടും ധൃതരാഷ്ട്രർ തൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഉണ്ണി, കുരുനന്ദന, എൻ്റെ മനസ്സെൻ്റെ തപസ്സിനെ പ്രേരിപ്പിക്കുന്നു. ചിരകാലമായി ഞാൻ നിന്റെ ശുശ്രൂഷ ഏറ്റു വാഴുന്നു. ഇനിയും ഞാൻ പോകട്ടെ. എൻ്റെ മനസ്സ് തളരുന്നു, തൊണ്ട വരളുന്നു. ധൃതരാഷ്ട്രൻ അടുത്തിരുന്ന ഗാന്ധാരിയുടെ മേയിലേക്ക് തളർന്നു വീണു. ഗാന്ധാരി അദ്ദേഹത്തെ താങ്ങി വടിയിൽ കിടത്തി. യുധിഷ്ഠിരൻ പരിഭ്രാന്തനായി. അദ്ദേഹം കയ്യിൽ വെള്ളമെടുത്ത് ധൃതരാഷ്ട്രന്റെ മാറും മുഖവും തലയൂടി. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഉണ്ണി മകനെ പാണ്ഡവ, നീ എൻ്റെ ശരീരത്തിൽ വീണ്ടും വീണ്ടും തൊടുക. ഞാൻ ഊണ് കഴിച്ചിട്ട് ഇന്നേക്ക് 8 ദിവസമായി. അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഞാൻ തളർന്നു പോയത്. അമൃതചോറ് പോലെയുള്ള നിന്റെ കരസ്പർശം ഏറ്റ സമയത്ത് എൻ്റെ തളർച്ചയെല്ലാം അകന്നു. എനിക്ക് ജീവൻ വീണു. നിന്റെ ദേഹത്തിൽ തലോടുവാനും ശിരസിൽ ചുംബിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. മകനെ, നീ എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് അനുവദിക്കും. ധർമ്മപുത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം വല്യച്ഛനെ തഴുകിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാം. അങ്ങക്ക് ഞാൻ പ്രിയനാണെങ്കിൽ അങ്ങ് എഴുന്നേറ്റ് ഊണ് കഴിക്കുക. പിന്നെ വേണ്ട കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. ഈ സമയത്ത് വേദവ്യാസൻ അവിടെ എത്തി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ധൃതരാഷ്ട്രരെ വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് അനുവദിക്കണമെന്ന് അദ്ദേഹം യുധിഷ്ഠിരനോട് പറഞ്ഞു. വ്യാസാചാര്യൻ എന്തു പറഞ്ഞാലും അനുസരിക്കുവാൻ യുധിഷ്ഠിരൻ സന്നദ്ധനാണ്. ആ നിലയ്ക്ക് ധൃതരാഷ്ട്രൻ മനസ്വാസത്തിന് പോകുന്ന കാര്യം യുധിഷ്ഠിരൻ സമ്മതിച്ചു. വ്യാസൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. ധൃതരാഷ്ട്രരും മറ്റുള്ളവരും യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലെത്തി. വിഭവ സമൃദ്ധമായ ആഹാരം കഴിച്ചു. അതിനുശേഷം ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ വിളിച്ച് അരികത്തിരുത്തി വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകി. പിന്നീട് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും അവർ താമസിച്ചിരുന്ന കൊട്ടാരത്തിലേക്ക് മടങ്ങി. വനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സാവാന്തന്മാരെയും പ്രജകളെയും മറ്റും വരുത്തി യാത്ര പറയണമെന്ന ആഗ്രഹം ധൃതരാഷ്ട്രർക്കുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിവരം യുധിഷ്ഠിരനെ അറിയിച്ച് ഉടൻ തന്നെ ധർമ്മപുത്രൻ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഒരു പ്രത്യേക ദിവസം പ്രമാണികളെയെല്ലാം വിളിച്ചു വരുത്തി നാനാ ദിക്കുകളിൽ നിന്നും വന്ന ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രനെയും അഭിമുഖീകരിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഗാന്ധാരിയോടുകൂടി വനത്തിൽ പോയി തപസ് ചെയ്യുന്നതിന് ഞാൻ ഇച്ഛിക്കുന്നു. പോകുന്നതിനുമായി നിങ്ങളുടെ സമ്മതം വാങ്ങുന്നതിനും നിങ്ങളോട് യാത്ര പറയുന്നതിനുമാണ് ഞാൻ വരുന്നത്. ഞാൻ നിങ്ങളെ വരുത്തിയതും അതിനാണ്. ശന്തനു മഹാരാജാവ് ഈ ഭൂമി ശരിയാം വിധം പാലിച്ചു. അപ്രകാരം തന്നെ ഭീഷ്മരുടെ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് വിചിത്രവീരനും രാജ്യഭാരം നടത്തി. എൻ്റെ അനുജനായ പാണ്ഡു നിങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. അവനും നിങ്ങളെ കാത്തു രക്ഷിച്ചു. ദുര്യോധനൻ ദുർബുദ്ധിയായിരുന്നു, എങ്കിലും അവൻ നിങ്ങളെ ദ്രോഹിച്ചിട്ടില്ല. ആ ദുഷ്ടന്റെ ഗർവ് കാരണമായി മഹായുദ്ധമുണ്ടായി. അത് ഞാൻ ചെയ്ത ന്യായവിരോധം കൊണ്ടുവന്നു തന്നെയായിരുന്നു. നല്ലതോ ചീത്തയോ അന്ന് ഞാൻ അങ്ങനെ ചെയ്തു പോയി. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ അതൊന്നും ഇനി വെച്ചേക്കരുത്. ഞാൻ നിങ്ങളോട് ക്ഷമായാചനം ചെയ്യുന്നു. യുധിഷ്ഠിരനെ ഞാനിതാ നിങ്ങൾക്കെല്ലാവർക്കുമായി നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അപ്രകാരം തന്നെ നിങ്ങളെല്ലാം ഈ വീരന്റെ പക്കലും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. കുന്തിപുത്രൻ ധർമ്മിഷ്ഠനാണ്. ഇവന്റെ സഹോദരന്മാർ ഓജസ്വികളാണ്. അവർ എല്ലാ ധർമാർത്ഥങ്ങളും കണ്ടവരാണ്. ഈ ധർമ്മപുത്രൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. മാന്യരെ, നിങ്ങളാരും എനിക്കോ ഗാന്ധാരിക്കോ യാതൊരു ദുഃഖവും വരുത്തിയിട്ടില്ല. ഗുരുഭക്തന്മാരായ പ്രജകളെ, നിങ്ങൾക്ക് നമസ്കാരം. എന്നെയും ഗാന്ധാരിയെയും വനത്തിലേക്ക് പോകുന്നതിന് അനുവദിക്കുക. ഇത് കേട്ടപ്പോൾ നാട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി നിന്നു. ഉത്തരീയം കൊണ്ടും കൈകൾ കൊണ്ടും മുഖം പൊത്തി തേങ്ങിക്കരഞ്ഞു. പിന്നീട് അവർ ഒന്നിച്ചാർന്ന് ആലോചിച്ച് രാജാവിനോട് പറയേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് സാംബൻ എന്നൊരു ബ്രാഹ്മണനെ അതിനായി നിയോഗിച്ചു. പ്രഗത്ഭനും മേധാവിയുമായ ഈ വിപ്രൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, രാജാവേ, ഈ നിൽക്കുന്ന മഹാജനങ്ങളുടെ പ്രതിനിധിയായി അവരുടെ നിർദ്ദേശപ്രകാരം അവരുടെ ഹൃദയം അങ്ങയുടെ മുന്നിൽ തുറന്നു കാട്ടുവാൻ എന്നെ അനുവദിച്ചാലും. ഈ കുലത്തിലെ രാജാക്കന്മാരിൽ ആരും ഒരിക്കലും പ്രജകൾക്ക് അപ്രിയം ചെയ്യുന്നവരായി ഉണ്ടായിരുന്നിട്ടില്ല. എല്ലാവരും പ്രജകളെ പ്രീതിയോടെ പാലിച്ചു. ഞങ്ങൾക്കൊരിക്കലും ദുര്യോധന രാജാവ് അപ്രിയം ചെയ്തിട്ടില്ല. മഹായുദ്ധം മഹാനാശം വരുത്തിവെച്ചത് ദുര്യോധനായിരുന്നില്ല. ദുര്യോധനനെ ചെയ്തതുമല്ല, ഭവാൻ ചെയ്തതല്ല, കർണനും ചെയ്തതല്ല, ശകുനി ചെയ്തതുമല്ല. കുരുക്കൾ മുടിയുവാൻ ദൈവമാണ് കാരണം. മറ്റുള്ളവരെ വെറുതെ ആരോപിക്കുകയാണെന്ന് മാത്രം. ദൈവത്തെ പൗരുഷം കൊണ്ട് നീക്കുവാൻ സാധ്യമാണോ? ധർമാത്മാവായ സതീവതി സൂതൻ വ്യാസമഹർഷി പറയുന്ന വിധം ഭവാൻ ചെയ്തുകൊള്ളുക. രാജാവേ, ഭവാൻ മനോദുഃഖം വിടുക. അങ്ങും മഹാരാജ്ഞിയും വനവാസത്തിൽ പോകുന്നതിന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കുന്തിപുത്രനായ ധർമ്മപുത്രൻ 1000 വർഷം ജീവിച്ചിരുന്ന് ഞങ്ങളെ കാത്തുപാലിക്കും. ധീരനായ ആ രാജാവ് ഞങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ മഹത്തായ സുഖം അനുഭവിക്കുകയും ചെയ്യും. സാമന്റെ വാക്കുകൾ തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് അറിയിക്കുവാനായി എല്ലാവരും നന്ന് നന്ന് എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തി. ധൃതരാഷ്ട്രർ എല്ലാവരെയും കൈകൂപ്പി വണങ്ങി. അദ്ദേഹം ഗാന്ധാരിയോടുകൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങി.
അടുത്ത ദിവസം ധൃതരാഷ്ട്രർ വിതുരനെ വരുത്തി. വനവാസത്തിന് പോകുന്നതിന് മുമ്പായി ഭീഷ്മരും ദ്രോണനും സോമദത്തനും ബാലലീകനും മരിച്ച മറ്റ് മിത്രങ്ങൾക്കും ശ്രാദ്ധം നൽകുന്നതിന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ട ധനം യുധിഷ്ഠിരനോട് ആവശ്യപ്പെടണമെന്നും വിതുരനെ അറിയിച്ചു. വിതുരൻ പാണ്ഡവരെ സമീപിച്ച് ധൃതരാഷ്ട്രന്റെ ആഗ്രഹം അറിയിച്ചു. യുധിഷ്ഠിരനും അർജുനനും വിവരമറിഞ്ഞപ്പോൾ അതിയായി സന്തോഷിച്ചു. എന്നാൽ ഭീമൻ ഇക്കാര്യം തീരെ ഇഷ്ടമായില്ല. അപ്പോൾ അർജുനൻ മൃഗോദരനോട് പറഞ്ഞു, ഭീമ, വലിയച്ഛൻ കാട്ടിൽ പോകുന്ന ഈ സന്ദർഭത്തിൽ ഐഹികമായ കടമകളെല്ലാം നിർവഹിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ശ്രാദ്ധം നൽകുവാൻ ധനം ആവശ്യപ്പെടുന്നത്. മഹാബാഹു, ഭവാനതൻ അനുവാദനം നൽകണം. വലിയച്ഛൻ ഇപ്പോൾ നമ്മോട് ധനമിരക്കുന്നു. മുമ്പ് നാം അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നിരുന്നവരാണ്. കാലത്തിന്റെ തിരിച്ചടി നോക്കൂ. ആ രാജാവ് യാചിക്കുന്നതിനെ കൊടുക്കുക, മറ്റൊന്നും ചിന്തിക്കരുത്. കൊടുക്കാതിരുന്നാൽ അത് നമുക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും. അത് ധർമ്മത്തിനൊരു കുത്താണ്. അത് വരുത്തി വെക്കരുത്. ജ്യേഷ്ഠനെ കണ്ട് നീ പഠിക്കുക. കൊടുപ്പാനല്ലാതെ എടുക്കുവാൻ നീ അർഹനല്ല. ഇതൊക്കെ കേട്ടിട്ട് ഭീമൻ ധനം കൊടുക്കുവാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, ഭീഷ്മർക്കും ദ്രോണർക്കും ബാഹലീകനും തുടങ്ങിയവർക്ക് വേണ്ടി ശ്രാദ്ധകാര്യത്തിന് ഖജനാവിൽ നിന്ന് ചെലവ് ചെയ്യുന്നതിന് എനിക്ക് സമ്മതമാണ്. എന്തിന്? അംഗരാജൻ കർണന്റെ പോലും ശ്രാദ്ധമൂട്ടത്തിനുള്ളതിന് എനിക്ക് സമ്മതമാണ്. എന്നാൽ ദുര്യോധനന് ശ്രാദ്ധം നൽകി, നമ്മുടെ വൈരികൾക്ക് ശ്രാദ്ധം നൽകി നാം സന്തോഷിച്ചുകൂടാ. അവർ ഭൂമി മുഴുവൻ മുടിച്ചവരാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇത്ര ക്ഷണം മറന്നുപോയോ? ഈ കുരുട്ടു വൃദ്ധൻ ശകുനി കള്ളച്ചൂതിൽ ജയിക്കുന്നത് കണ്ട് ആഹ്ലാദിച്ചത് നീ ഓർക്കുന്നില്ലേ? അർജുനൻ പിന്നെയും ഭീമനെ അനുകൂലിപ്പിക്കുവാൻ ശ്രമിച്ചു നോക്കി. എന്നിട്ട് പറയുകയും ചെയ്തു, ഭീമ, നീ എൻ്റെ ജ്യേഷ്ഠനാണ്. എനിക്ക് നീ ഗുരുവാണ്. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം കൊണ്ടും രാജഹർഷിയായ ധൃതരാഷ്ട്രരെ മാനിക്കണം. ആര്യന്മാർ അപകാരങ്ങളിൽ ഓർക്കാറില്ല. ഉപകാരങ്ങൾ മാത്രമേ അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ. അതാണ് ആര്യമര്യാദ. അത് തെറ്റിക്കാത്ത സജ്ജനങ്ങളാണ് പുരുഷോത്തന്മാർ. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ധർമ്മപുത്രൻ ഭീമനെ ഭർസിച്ചു. ഭീഷ്മ ദ്രോണാദികൾക്ക് വേണ്ടിയുള്ള ശ്രാദ്ധത്തിന് വേണ്ട ധനം രാജഭണ്ഡാരത്തിൽ നിന്ന് ചിലവാക്കുന്നതിനും മറ്റുമുള്ള കാര്യത്തിനും ബാക്കിയുള്ളവർക്ക് ധർമ്മപുത്രരുടെയും അർജുനന്റെയും സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് ചിലവാക്കുന്നതിനും അദ്ദേഹം തീരുമാനിച്ച് വിവരം ധൃതരാഷ്ട്രരെ അറിയിക്കാൻ വിതുരനെ നിയോഗിച്ചു. നടന്ന വിവരങ്ങളെല്ലാം വിതുരൻ ധൃതരാഷ്ട്രരെ അറിയിച്ചു. ഭീമനിൽ നിന്ന് എതിർപ്പുണ്ടായതെന്ന് അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഒട്ടും ആശ്ചര്യം തോന്നിയില്ല. ഏതായാലും ശ്രാദ്ധം നടത്തുവാൻ കഴിയുന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു. ഉടൻ തന്നെ ശ്രാദ്ധം നടത്തുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ശ്രാദ്ധം പൊടിപിടിച്ചു. ബ്രാഹ്മണർക്കും മറ്റ് ജാതികർക്കും വേണ്ടിയുള്ള അസംഖ്യം വിലപിടിപ്പിച്ചുള്ള സാധനങ്ങളും ധനവും ദാനം ചെയ്തു. 10 ദിവസം നീണ്ടുനിന്ന അന്നദാനങ്ങളും ദക്ഷിണയോടും കൂടിയ ദാനയജ്ഞം മംഗളകരമായി പര്യവസാനിച്ചു. അടുത്തത് കുന്തിയുടെയും ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും ഒക്കെ അന്ത്യത്തിന്റെ കഥയാണ്. തുടരും.